ഹേ ബെസ്റ്റീസ്, ഇന്ന് ഞാനൊരു മിനി വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ എണീച്ച് നേരെ പോയി മുടി കെട്ടി നോക്കുമ്പോൾ മുടി ഭയങ്കര ടാങ്കിൾഡ് ആയിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ മുടി കെട്ടി വെള്ളം പോയി ഫേസ് വാഷ് ചെയ്തു. ഞാൻ ഹിമാലയൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്തത്. ഫേസ് വാഷ് ചെയ്യാൻ ഹിമാലയൻ ഫേസ് വാഷ് യൂസ് ചെയ്ത് ജെൻ്റലി ഫേസ് സ്ക്രബ് ചെയ്ത് ഞാൻ ഫേസ് വാഷ് ചെയ്തു. പിന്നെ ഞാനൊരു ടവൽ യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്ത ശേഷം ജെൻ്റലി എല്ലാം ടാബ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ സ്കിൻ പ്രിപ്പറേഷൻ പോയി, സ്കിൻ കെയർ ചെയ്യാൻ പോയി. എൻ്റെ മുഖത്ത് കുറേ ആക്നെസ് നിങ്ങൾ കാണാമല്ലോ, അതിനുവേണ്ടി ഞാനൊരു മെഡിസിൻ യൂസ് ചെയ്തു ആദ്യം. അത് ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു ആക്നെ ക്രീമാണ്. പിന്നെ അത് ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു. അത് ഇപ്പം നല്ലൊരു അടിപൊളി മോയ്സ്ചറൈസറാണ്. എൻ്റെ ഒരു ഡ്രൈ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു യൂസ്ഫുള്ളാണ്. എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഹൈഡ്രേറ്റഡായി ഭയങ്കര സോഫ്റ്റായി നിൽക്കുന്നുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം. പിന്നെ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ചില സൺസ്ക്രീൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഡോക്കിൻ്റെ ഈ പർപ്പിൾ സൺസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പം ചെറിയൊരു സെൻസേഷൻ ഒക്കെ ഉണ്ടെങ്കിലും ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ബെറ്റർ കമ്പയർഡ് ടു അത്. ഇത് യൂസ് ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീമും. പിന്നെ ഞാനൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് പോപ്പുലറായിട്ടൊരു ലിപ് ബാമാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് യൂസ് ചെയ്തു ആൻഡ് ദിസ് ഈസ് ഓൾസോ റിയലി ഗുഡ്. എൻ്റെ ലിപ്പൊക്കെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയി. എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആണെന്നൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നേരം പഠിക്കാൻ പോയി. എക്സാംസ് ഉണ്ട്, അപ്പോൾ അതിനെ കുറച്ച് പ്രിപ്പയർ ചെയ്തു. പക്ഷെ നല്ലോണം പഠിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ നേരം പഠിക്കാൻ വേണ്ടിയിരുന്നു. അതിനിടെ കുറേ കാലം ആലോചിച്ചു, കുറേ നേരം പഠിക്കാൻ നോക്കി. പക്ഷേ ഭയങ്കര സ്റ്റൊമക്ക് പെയിൻ ആയതുകൊണ്ട് ഞാൻ അത് പകുതിക്ക് വെച്ച് നിർത്തി. പിന്നെ ഞാൻ പോയിട്ട് നെറ്റ്ഫ്ലിക്സിൽ ടു ദ ഓൾഡ് ബോയ്സ് എവർ ലവ് കണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.